UDF പ്രവേശനത്തിന് പിന്തുണ തേടി ഘടകകക്ഷി നേതാക്കളെ കാണാൻ PV അൻവർ മുസ്ലിം ലീഗ് നേതൃത്വത്തെയും കേരള കോൺഗ്രസ് PJ ജോസഫ് വിഭാഗത്തെയും കാണാൻ അനുമതി തേടി. നിലമ്പൂരിൽ UDFന്റെ വിജയമാണ് പ്രധാനമെന്ന് PV അൻവർ പ്രതികരിച്ചു. നിലമ്പൂരിൽ തന്നെ സ്ഥാനാർത്ഥിയാക്കിയാൽ ക്രൈസ്തവ സമുദായത്തിന്റെ പിന്തുണ ലഭിക്കുമെന്ന് മലപ്പുറം DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബീന ജോസഫ് 24നോട് പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസിന്റെ UDF പ്രവേശനമെന്ന ആവശ്യത്തിൽ ഘടകകക്ഷികളുമായി ആലോചിച്ച് തീരുമാനം അറിയിക്കാമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ PV അൻവറിനോട് പറഞ്ഞിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ സഹകരണം ഉണ്ടാകുമെന്ന് ഇരു കൂട്ടരും ചർച്ചയിൽ തീരുമാനിക്കുകയും ചെയ്തു. ഇതിന് തൊട്ടുപുറകെയാണ് ഘടകകക്ഷികളുടെ പിന്തുണ തേടി PV അൻവർ നേതാക്കളെ നേരിട്ട് കാണുന്നത്. മുസ്ലിം ലീഗ് നേതൃത്വത്തെയും കേരള കോൺഗ്രസ് PJ ജോസഫ് വിഭാഗത്തെയും കാണും. മറ്റുള്ളവരുമായി ഫോണിൽ സംസാരിക്കും. ഘടകകക്ഷികളെ കാണുന്നത് മര്യാദയാണെന്നും UDFന്റെ വിജയമാണ് നിലമ്പൂരിൽ പ്രധാനമെന്നും PV അൻവർ. UDFിലെ ഘടകകക്ഷി ലീഡർഷിപ്പുമായി കാണൽ ഞങ്ങളുടെ ഒരു മര്യാദയാണല്ലോ. ആ രീതിയിൽ UDFിലെ മറ്റു ഘടകകക്ഷികളുമായി കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്നോ നാളെയോ ആയിട്ട് ഈ പറയുന്ന ആളുകളെ കാണാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതേസമയം UDFന്റെ സ്ഥാനാർത്ഥി ചർച്ചകളിൽ അവകാശവാദങ്ങളുമായി കൂടുതൽ പേർ എത്തുകയാണ്. സ്ത്രീകളെയും പരിഗണിക്കണമെന്നും സഭകളുടെ പിന്തുണ തനിക്കുണ്ടെന്നും മലപ്പുറം DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബീന ജോസഫ് 24നോട്. തന്നെ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടർമാരുള്ള ഒരു നിയോജക മണ്ഡലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് അവിടെ, കാരണം സ്ത്രീകൾക്ക് കഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് വീട്ടിലിരുന്ന് കഴിഞ്ഞാലോ നമ്മൾ അവർക്ക് കഴിവ് തെളിയിക്കാനുള്ള അവസരങ്ങൾ കൊടുത്താലേ തീർച്ചയായിട്ടും കഴിവ് അവർക്ക് തെളിയിക്കാൻ സാധിക്കുള്ളൂ. അവസരങ്ങളില്ലാതെ മുന്നോട്ട് വരാൻ പറ്റത്തില്ല. സഭ ഒരു കാരണവശാലും രാഷ്ട്രീയത്തിനകത്ത് കാര്യമായിട്ട് ഇടപെടുമെന്ന് എനിക്കും തോന്നുന്നില്ല. പക്ഷേ 100% സഭയുടെ ഒരു വിശ്വാസിയാണ്. സഭ എന്നെ സപ്പോർട്ട് ചെയ്യും. പ്രചാരണത്തിന് ആക്കം കൂട്ടി പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിലമ്പൂരിലെ നേതൃയോഗത്തിലും പങ്കെടുത്തു. 24 മലപ്പുറം.